രാജ്യസഭാ മെമ്പറാക്കാനും മന്ത്രിയാക്കാനുമുള്ള തീരുമാനം മോഡി നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെന്ന് സുരേഷ് ഗോപി. താൻ ബിജെപിയിൽ ചേരുന്നതിന്റെ ഉത്തരവാദിത്തം തന്റെ കോലം കത്തിച്ചവർക്കെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വെളിപ്പെടുത്തൽ സ്വകാര്യ പത്രത്തിലൂടെ. മംഗളം ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് വ്യക്തമാക്കിയാണ് സുരേഷ് ഗോപി ബിജെപി മോഹം തുറന്നു പ്രകടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രിയാക്കാമെന്ന തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. രാജ്യസഭാ അംഗമാക്കിയതിനു ശേഷം മന്ത്രിയാക്കാമെന്നായിരുന്നു വാഗ്ദാനം. കേരളത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മോഡിയുടെ കൂടെ നിൽക്കണം. അതിൽ സ്വാർത്ഥതയില്ല. അധികാരമുള്ളപ്പോൾ ചെയ്യുന്ന സേവനവും അധികാരമില്ലാത്തപ്പോൾ ചെയ്യുന്ന സേവനവും വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചപ്പോൾ കോലം കത്തിച്ചവരാണ് ബിജെപിയിൽ ചേരാനുള്ള തീരുമാനത്തിനു പിന്നിലെന്നും സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ച് മനസ്സിൽ തോന്നിയ പരാതി പറഞ്ഞതിനാണ് കോലം കത്തിച്ചത്. ഇത് മാനസികമായി വേദനിപ്പിച്ചു. കടുത്ത തീരുമാനം എടുക്കണമെന്ന് പിന്നീട് തീരുമാനിച്ചെങ്കിലും ഒന്നും നടന്നില്ല. വരും നാളുകളിൽ ആ കടുത്ത തീരുമാനം എടുക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അഭിമുഖത്തിലുടനീളം നരേന്ദ്രമോദിയുടെ ഭരണത്തെ സുരേഷ് ഗോപി പ്രകീർത്തിക്കുന്നുമുണ്ട്. ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹം ഏറെക്കാലമായി നിലനിന്നിരുന്നെങ്കിലും സുരേഷ് ഗോപി ഇക്കാര്യം തുറന്നു പറയുന്നത് ഇതാദ്യമായാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും പ്രക്ഷോഭം ആരംഭിക്കാൻ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ജനുവരി 5-ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്താനും LDF യോഗത്തിൽ തീരുമാനമായി. സോളാർ കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ കേസിൽ മുഖ്യമന്ത്രിയെ വിസ്തരിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്ന് LDF യോഗം വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ജനുവരി 5-ന് ധർണ നടത്താനും LDF യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയെ വിസ്തരിക്കാനുള്ള കമ്മീഷന്റെ തീരുമാനം LDF മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണെന്ന് LDF വിലയിരുത്തി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ അതിൻ്റെ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ തന്നെ മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും ചെയ്യുന്ന അത്യപൂർവമായ സാഹചര്യമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബാർക്കോഴ ആരോപണ വിധേയനായ KM മാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ശക്തിപ്പെടുത്തി മുൻപോട്ടു പോകാനും LDF യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഗണേഷ് കുമാർ MLA മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും LDF ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടത് MPമാർ പ്രധാനമന്ത്രിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ടയർ ലോബിയുടെ താൽപര്യം സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിയണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നെല്ല് സംഭരിച്ച പണം കർഷകർക്ക് ഉടൻ നൽകണമെന്നും നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെയും യോഗം പ്രമേയം പാസാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് കൂട്ടയോട്ടം സംഘടിപ്പിക്കാനെന്ന പേരിൽ പ്രമുഖ പത്രസ്ഥാപനത്തിന് 10 കോടിയിലേറെ രൂപ നൽകാനുള്ള തീരുമാനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഗെയിംസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ജനുവരി 20-ലെ കൂട്ടയോട്ടത്തിനാണ് 10.6 കോടി രൂപ സർക്കാർ ഈ പത്രസ്ഥാപനത്തിന് നൽകുന്നതെന്നും പ്രസ്താവനയിൽ VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. ഗെയിംസിനോടനുബന്ധിച്ച് നടക്കുന്ന തട്ടിപ്പുകളുടെ പ്രഖ്യാപനമാണിതെന്നും VS ആരോപിച്ചു. ഭരണവർഗ താൽപര്യം സംരക്ഷിക്കുന്ന പത്രത്തെ സഹായിക്കാൻ ഗെയിംസിനെ മറയാക്കുന്നത് അധിക്ഷേപാർഹമാണ്. ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും VS അച്യുതാനന്ദൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മതപരിവർത്തന വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. 4 ആഴ്ചയ്ക്കകം സംസ്ഥാനം റിപ്പോർട്ട് നൽകണം. കേരളമടക്കം 5 സംസ്ഥാനങ്ങൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഹിന്ദു സംഘടനകൾ ക്രിസ്ത്യാനികളെ ഹിന്ദുമതത്തിലേക്ക് മാറ്റിയ സംഭവത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. മതത്തിൽ വിശ്വസിക്കാനുള്ള പൗരന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഹിന്ദു സംഘടനകൾ നടത്തുന്നതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിനയച്ച നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു. ഇതിനെതിരെ നടപടിയെടുക്കാനും ഇതു സംബന്ധിച്ച മറുപടി 4 ആഴ്ചയ്ക്കകം നൽകാനും കേരളത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. മതപരിവർത്തനത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം നിലയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഹിന്ദുമതത്തിലേക്ക് നടത്തുന്ന മതപരിവർത്തനത്തിനെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കാതിരിക്കെയാണ് കമ്മീഷന്റെ ഇടപെടൽ. കേരളത്തിനു പുറമെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിക്കുന്നത് വർദ്ധിച്ചു വരുന്നതായി മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലി, കാരൂർ ജില്ലകളിലാണ് മതപരിവർത്തനം സജീവമായിരിക്കുന്നതെന്നും കമ്മീഷൻ കണ്ടെത്തുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫേസ്ബുക്ക് ഓഫീസുകളിൽ ഫേസ്ബുക്ക് നിരോധിക്കാൻ CEO മാർക്ക് സുക്കർബർഗിന്റെ തീരുമാനം. തൊഴിൽ സ്ഥലത്തെ അച്ചടക്കം പാലിക്കുന്നതിൽ ഫേസ്ബുക്ക് ഉപയോഗം ക്രിയാത്മകമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഫേസ്ബുക്കിന്റെ ഓഫീസുകളിൽ
ഫേസ്ബുക്ക് നിരോധിച്ചുകൊണ്ടുള്ള ഇമെയിൽ എല്ലാ മുതിർന്ന ഓഫീസർമാർക്കും സുക്കർബർഗ് അയച്ചു കഴിഞ്ഞു. വിവിധ തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തിയ പഠനത്തെ തുടർന്നാണ് ലോകത്താകമാനമുള്ള ഫേസ്ബുക്ക് ഓഫീസുകളിൽ ഫേസ്ബുക്ക് നിരോധിക്കാൻ ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സുക്കർബർഗ് തീരുമാനിച്ചത്. ഫേസ്ബുക്കിന്റെ ഓഫീസുകളിൽ ഫേസ്ബുക്ക് നിരോധിച്ചുകൊണ്ടുള്ള ഇമെയിൽ എല്ലാ മുതിർന്ന ഓഫീസർമാർക്കും സുക്കർബർഗ് അയച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രവിശ്യയിൽ നടത്തിയ സർവേയിൽ 93% പേരും ഓഫീസുകളിലെ ഫേസ്ബുക്ക് ഉപയോഗം തൊഴിൽസ്ഥലത്തെ ഉൽപ്പാദനക്ഷമതയെ ദോഷമായി ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. തൊഴിൽസ്ഥലത്തെ അച്ചടക്കം പാലിക്കുന്നതിൽ ഫേസ്ബുക്ക് ഉപയോഗം ക്രിയാത്മകമല്ലെന്ന് 53% പേരും അഭിപ്രായപ്പെട്ടതായാണ് വിവരം. ഈ കണക്കുകളാണ് സ്വന്തം സ്ഥാപനങ്ങളിൽ ഫേസ്ബുക്കിന് നിരോധനം ഏർപ്പെടുത്താൻ സുക്കർബർഗിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. എന്നാൽ സുക്കർബർഗിന് അസൂയയെന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഫേസ്ബുക്ക് ജീവനക്കാരൻ പ്രതികരിച്ചത്. സുക്കർബർഗ് $1 ശമ്പളം കൈപ്പറ്റുമ്പോൾ താൻ ഫേസ്ബുക്ക് ഉപയോഗിച്ച് അതിലുമധികം സമ്പാദിക്കുന്നതായി അദ്ദേഹം പറയുന്നു. ഫേസ്ബുക്ക് നിരോധിച്ചാലും തൊഴിൽസ്ഥലത്ത് എങ്ങനെ ഫേസ്ബുക്ക് ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കപ്പെടുന്ന വിവരങ്ങളും സൈബർ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. സുക്കർബർഗിന് എതിരഭിപ്രായവുമായി ട്വിറ്റർ സഹസ്ഥാപക മിസ് ബി ബേർഡി രംഗത്തെത്തി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കൂടുതൽ കാര്യക്ഷമതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ബേർഡിയുടെ അഭിപ്രായം. എന്തായാലും ലോകത്തെമ്പാടുമുള്ള ഫേസ്ബുക്ക് ഓഫീസുകളിൽ ഫേസ്ബുക്ക് നിരോധിക്കുന്നുവെന്ന വാർത്ത സോഷ്യൽ മീഡിയകളിൽ വൈറലാകുമ്പോൾ ഫേസ്ബുക്ക് ഉപയോഗത്തിന്റെ ധാർമ്മികതയും ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക്. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയ്ക്ക് ഹരിയാനയിൽ പരിധിയിൽ കൂടുതൽ ഭൂമിയുള്ളതായി കണ്ടെത്തി. ഹരിയാന റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. 2 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റമാണ് റോബർട്ട് വധേര ചെയ്തതെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. റോബർട്ട് വധേരയുടെ ഭൂമി ഇടപാടിന് നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയ 3 IAS ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണമുണ്ടാകും. കോൺഗ്രസ് അധികാരത്തിലുള്ള മുൻ ഹരിയാന സർക്കാർ സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയ്ക്ക് ചട്ടം ലംഘിച്ച് സർക്കാർ ഭൂമി വിറ്റ DLF ഇടപാട് നേരത്തെ വിവാദമായിരുന്നു. ഈ ഇടപാട് നടന്ന സമയത്തും പരിധിയിൽ കൂടുതൽ ഭൂമി വദ്ര കൈവശം വച്ചിരുന്നതായാണ് ഹരിയാന റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ മാതൃകയിൽ ഹരിയാനയിൽ നിലവിലുള്ള ഭൂചട്ടപ്രകാരം ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് 53 ഏക്കറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റോബർട്ട് വദ്രയ്ക്ക് മുന്നിൽ ഈ നിയമം വഴിമാറി. 79 ഏക്കർ സ്വന്തമായും 146.755 ഏക്കറോളം ഭൂമി സ്വന്തം കമ്പനിയുടെ പേരിലും വദ്രയ്ക്കുണ്ട്. ഇത് കയ്യിലുള്ളപ്പോഴാണ് 2008 ജനുവരിയിൽ മുൻ ഹരിയാന സർക്കാർ വീണ്ടും വദ്രയ്ക്ക് ഭൂമി കൈമാറിയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹരിയാന റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് റവന്യൂ മന്ത്രി ക്യാപ്റ്റൻ അഭിമന്യുവിന് ഈ മാസം 17 കൈമാറി. മനോഹർ ലാൽ ഖട്ടാർ സർക്കാർ റിപ്പോർട്ടിന്മേൽ ഉടൻ നടപടിയെടുക്കുമെന്നാണ് സൂചന. ചട്ടപ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റമാണ് വദ്ര ചെയ്തിരിക്കുന്നതെന്ന് ഹരിയാന സർക്കാർ അറിയിച്ചു. അതേസമയം നേരത്തെ ഈ സംഭവം അന്വേഷിച്ച 3 അംഗ കമ്മീഷൻ വദ്രയ്ക്ക് ക്ലീൻ ചീട്ട് നൽകിയിരുന്നു. IAS ഉദ്യോഗസ്ഥരായ കൃഷ്ണമോഹൻ, KK ജലാൽ, രാജൻ ഗുപ്ത എന്നിവരടങ്ങുന്ന സമിതിയാണ് വദ്രയുടെ ഭൂമി ഇടപാടിൽ ക്രമക്കേടില്ലെന്ന് റിപ്പോർട്ട് നൽകിയത്. പരിധിയിൽ കൂടുതൽ ഭൂമി വദ്രയ്ക്കുണ്ടെന്ന വിവരവും ഇവർ മറച്ചുവെച്ചു. ഇക്കാര്യങ്ങൾ അന്വേഷിക്കാനും ഹരിയാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബംഗളൂരുവിൽ ചർച്ച് സ്ട്രീറ്റിൽ ബോംബ് സ്ഫോടനം. സ്ഫോടനത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിനി മരിച്ചു. സ്ഫോടനത്തിൽ ഇവരുടെ ബന്ധുവടക്കം 3 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. തീവ്രത കുറഞ്ഞ ബോംബാണ് പൊട്ടിയതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തെ തുടർന്ന് ബംഗളൂരുവിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം ബംഗളൂരു ചർച്ച് സ്ട്രീറ്റ് സ്ഫോടനത്തിന് ഭീകരബന്ധമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, IB തലവൻ സയ്യിദ് ആസിഫ് ഇബ്രാഹിം, ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമി ഉന്നത ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അന്വേഷണ പുരോഗതിയും നിലവിലെ സുരക്ഷാ സജ്ജീകരണങ്ങളും യോഗം വിലയിരുത്തി. തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ അന്വേഷണം NIAക്ക് കൈമാറുമെന്ന് യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. इसमें हमारी जो इंटेलिजेंस एजेंसीज हैं उसको वो कलेक्ट कर रही हैं और सीधे कर्नाटक गवर्नमेंट के साथ भी हम लोगों की बातचीत हो रही है. आगे क्या कदम उठाना, मैं समझता हूं कि विद इन 24 आवर्स सारी इंफॉर्मेशंस कलेक्ट हो जाने के बाद हम अपनी स्ट्रेटजी आगे की तय करेंगे. लेकिन मैं स्टेट गवर्नमेंट से भी अपील करना चाहूँगा कि बेंगलोर जैसे बड़े शहर में CCTV कैमरे जल्दी से जल्दी वो लगाए जाने चाहिए. കർണാടക സർക്കാരിന് എല്ലാവിധ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. സംഭവത്തിനു പിന്നിൽ സിമി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. One of the case in Bangalore is already being handled by NIA, so it can also be, but right now police is investigating and if appropriate then it will be handover. The handover will be only after due consideration. But the thing is, it's very upsetting that the module
which was found to be involved in the the earlier case in Bangalore. We need to see that if there's a linkage or not. Otherwise, a fresh thing is to be given a impetus that what is the cause of happening in Bangalore repeatedly. So this is a matter of concern for us. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ബാംഗ്ലൂരിലും ഉന്നതതല യോഗം ചേർന്നു. കർണാടക ആഭ്യന്തരമന്ത്രി കെ.ജി. ജോർജും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ISISന്റെ ട്വിറ്റർ അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചിരുന്ന മെഹദിയുടെ അറസ്റ്റിന് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് ജീപ്പ് ഓടിച്ച് കയറ്റിയതിന് CI ഉൾപ്പെടെ 4 പേർക്ക് സസ്പെൻഷൻ. കൽപ്പറ്റ CI സുഭാഷ് ബാബു, ഡ്രൈവർ രാജേഷ്, പമ്പയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാർ എന്നിവർക്കെതിരെയാണ് നടപടി. ഇന്ന് പുലർച്ചെയാണ് CIയും സംഘവും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ജീപ്പ് ഓടിച്ചു പോയത്. പമ്പയിൽ നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റിയതിന് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 4 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കൽപ്പറ്റ CI സുഭാഷ് ബാബു, ഡ്രൈവർ രാജേഷ് എന്നിവരെ കൂടാതെ പമ്പയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് നടപടി. പുലർച്ചെ 1:30 മണിയോടെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ പമ്പയിൽ നിന്നും ഡ്യൂട്ടിക്കായി സന്നിധാനത്തേക്ക് ജീപ്പിൽ യാത്ര ചെയ്തത്. മരക്കൂട്ടത്ത് വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തടഞ്ഞതിനെ തുടർന്നാണ് സംഭവം പുറലോകം അറിയുന്നത്. മണ്ഡലപൂജ കഴിഞ്ഞ് ക്ഷേത്രനട അടച്ചിരിക്കുന്നതിനാൽ പമ്പയും സന്നിധാനവും വിജനമാണ്. സന്നിധാനത്ത് സുരക്ഷയ്ക്കായി പോലീസിന്റെ പുതിയ ബാച്ച് ഇന്ന് ചുമതലയേൽക്കുന്ന ദിവസം കൂടിയാണ്. ഡ്യൂട്ടി ചുമതലയേൽക്കാൻ CI കൽപ്പറ്റയിൽ നിന്നും ഡ്രൈവറുടെ സഹായത്തോടെ സ്റ്റേഷനിലെ ജീപ്പ് ഓടിച്ചാണ് പമ്പയിലെത്തിയത്. സംഭവം വിവാദമായ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് DGP അറിയിച്ചിട്ടുണ്ട്. സാധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കുമുള്ള സാധനങ്ങൾ സന്നിധാനത്തെത്തിക്കാൻ ട്രാക്ടർ ഉപയോഗിക്കുമെങ്കിലും തീർത്ഥാടകരോ ഉന്നത ഉദ്യോഗസ്ഥരോ ആരും തന്നെ സന്നിധാനത്ത് വാഹനത്തിലെത്താൻ പാടില്ലെന്ന കർശന നിയമമുണ്ട്. ഇത് ആചാര ലംഘനം കൂടിയാണ്. മുമ്പ് പാമ്പ് കടിയേറ്റ വനംവകുപ്പ് ജീവനക്കാരനെ പാദരക്ഷാ നിർമ്മാതാക്കളായ ഒഡീസിയ തങ്ങളുടെ പുതിയ ഉൽപ്പന്നമായ ബാക്ക് പാക്ക് പുറത്തിറക്കി. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ R. ശ്രീജേഷ് സുബ്രതോ കപ്പ് ഫുട്ബോളിലെ മികച്ച ഗോൾ കീപ്പറായി തെരഞ്ഞെടുത്ത S. സുജിത്തിന് നൽകിക്കൊണ്ടാണ് ബാക്ക് പാക്ക് പുറത്തിറക്കിയത്. ഒഡീസിയ മൊത്തവിതരണക്കാർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചടങ്ങ് കോഴിക്കോട് മേയർ A. K. പ്രേമജം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ആധാർ ഗോൾഡ് ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ആധാർ ഗോൾഡ് കൊണ്ടോട്ടിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡയമണ്ട് സെലക്ഷന്റെ ഉദ്ഘാടനം മമ്മുണ്ണി ഹാജി MLA നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ആധാർ ഗോൾഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സലീം കോനാരി, വൈസ് ചെയർമാൻ PK അബ്ദുൽ ജലീൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പാലക്കൽ അഷ്റഫ്, മുജീബ് കണിയാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 3 മാസം നീണ്ടു നിൽക്കുന്ന വിവിധ ഓഫറുകളും ആധാർ ഗോൾഡ് നൽകുന്നുണ്ട്.